അതിനപ്പുറത്തേക്ക് ഒരു സർക്കിളിൽ വരുമ്പോൾ ഒരുപക്ഷേ ഈ തിരുത്താൻ കഴിയുന്നവരെ പോലും തിരുത്താതെ അവരൊക്കെ വീണ്ടും വീണ്ടും മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നു. ചില സർക്കിളുകളിൽ പെടുമ്പോൾ. അങ്ങനെ ഒരു സർക്കിളുകൾ സിനിമയിലുണ്ട് ഇപ്പോൾ. കൂടുതൽ തീർച്ചയായിട്ടും. ശക്തമായിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും അവരുടെ ഒരു കൂട്ടുകെട്ടിൻ്റെയാണ്. ഇതാ പറയുന്നത്, ഇവരൊന്നും അത്ര മച്വറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല. അവർ ചില താൽക്കാലികമായ സന്തോഷങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്നവരാണ്. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് നിസ്സാരമായിട്ട് കാണുന്ന സാഹചര്യമുണ്ട്. അതൊരു അതൊരു എന്താണ്, അതിനെ നമ്മൾ ഒരു ബാലിശമായ ഒരു 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 അപ്രോച്ചായിട്ട് തന്നെയാണ് കാണേണ്ടത്. കാരണം അവർ ആ അത്ര ഗൗരവമേ അവർ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഷൈൻ്റെ കാര്യത്തിൽ ഷൈൻ പിന്നീട് വീണ്ടും അതിലേക്ക് പെട്ടുപോവുകയൊക്കെ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം ഷൈൻ എൻ്റെയും ഞങ്ങളുടെ ഓഫീസിലേക്ക് ഷൈനും അമ്മയും വന്നിട്ട്, അമ്മയും അച്ഛനും അദ്ദേഹത്തിൻ്റെ അനിയനും വന്നു. അവിടെ വെച്ച് അദ്ദേഹം നമ്മുടെ മുമ്പിൽ കൺഫസ് ചെയ്തു, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ അഡിക്റ്റാണ്, എനിക്കൊന്ന് തിരിച്ചു വരാൻ ഒരവസരം. അയാൾ എൻ്റെ മുമ്പിൽ കരഞ്ഞെന്ന് ചോദിച്ചു, എനിക്കൊരവസരം കൂടി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരവസരം ഞാൻ അന്ന് തന്നതാണ്, പക്ഷേ അതുകൊണ്ട് നിനക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഒരവസരം കൂടി തരാൻ ഞങ്ങൾക്ക് മടിയില്ല, പക്ഷേ യു ഹാവ് ടു അണ്ടർഗോ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിനക്ക് വേണം, ഒരു മെഡിക്കൽ സപ്പോർട്ട് നിനക്ക് വേണം ഇതിൽ നിന്ന് പുറത്തു വരാൻ. നീ തന്നെ വിചാരിച്ചാൽ അത് സംഭവിക്കുന്ന ഒരു ഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. യു ഹാവ് ടു നീ തന്നെ തീരുമാനിക്കണം. നിൻ്റെ തീരുമാനമാണ്. നിൻ്റെ തീരുമാനമുണ്ടെങ്കിലേ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ബാക്കി സംവിധാനങ്ങളെ ഒരുക്കാനായിട്ട് നമുക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക്, ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് അയാളെ പോകാനായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തു. അതിനുശേഷമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തിയതും പോലീസ് തന്നെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയതും. നമ്മൾ പറയുന്നത്, ഇതിനകത്ത് എല്ലാവരും ക്രിമിനലുകളോ കുഴപ്പക്കാരോ അപകടകാരികളോ ഒന്നുമില്ല. അവരായി പെട്ടുപോകുന്ന ഒരവസ്ഥയാണ്. അതൊരു മാനസികമായ അവസ്ഥയാണ്, ശാരീരികമായ അവസ്ഥ. അഡിക്ഷൻ എന്ന് പറയുന്നത് അതാണ്. നമുക്ക് തള്ളിക്കളയാൻ എളുപ്പമാണ്, ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. ആ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ കൂടിയാണ്. അവരാ തിരിച്ചു വരവിന് തയ്യാറാകാൻ മാനസികമായിട്ട് തയ്യാറാകുന്നെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ചെയ്ത കുറ്റത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടല്ല ഞാനീ പറയുന്നത്. എങ്കിലും സമൂഹത്തിനും നമുക്ക് ഓരോരുത്തർക്കും അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ആവശ്യമെന്ന് പറയുന്നത്, അവർ മികച്ച കലാകാരന്മാരാണ്. അവരങ്ങനെ അവരുടെ ഈ കലാപരമായ സിദ്ധികളെ അങ്ങനെ നമ്മൾ ഒരു കുറ്റവാളി എന്ന നിലയിൽ തള്ളിക്കളഞ്ഞ് സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കി മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. തിരിച്ചു കൊണ്ടുവരാനും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന അതിനോട് ചേർത്ത് നിർത്തുന്നൊരു മാനുഷികമായ നിലപാട് അതിലെടുക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട്. അതിൻ്റെ കൂടെയാണ് ഞാൻ ആ സമയത്ത്, ആ രീതിയിലാണ് ഞാൻ അന്നും ഇന്നും ഷൈനോട് ഇടപെട്ടിട്ടുള്ളത്.